ഞാൻ കുറച്ച് ഫുഡുകളുടെ പേര് വായിക്കാം. അപ്പോൾ ഡോക്ടർ അത് നല്ലതാണോ ചീത്തയാണോ ശരീരത്തിന് എന്നുള്ളതാണ് ഡോക്ടർ പറയേണ്ടത്. ആ ഒരു ആംഗിളിൽ നിന്നാണ് പറയേണ്ടത്. ഓട്സ് നല്ലതാണ്. ഓട്സിനകത്തിൽ നല്ലതാണെന്ന് പറയാൻ ഒന്ന് കാലറിയും കുറവാണ്, കാൽഷ്യം കൂടുതലുണ്ട്. വീറ്റ് ആൻഡ് റൈസ്. വീറ്റ് ആൻഡ് റൈസ് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരഭാരം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഉള്ളതിൽ മെച്ചം ഹോൾ വീറ്റ് അതാണ്. റൈസിനകത്തിൽ ബസുമതി പോലുള്ള റൈസാണ് ഇച്ചിരൂടെ ബെറ്റർ. ഫിഷ് ഏറ്റവും നല്ല ഒരെണ്ണമാണ്. അതിൽ നമുക്ക് നല്ല ഇത് കിട്ടുന്നതാണ്. പ്രോട്ടീനും കിട്ടും, വൈറ്റമിൻ ഡി കിട്ടും, കാൽഷ്യം കിട്ടും. മീറ്റ് നമുക്ക് നല്ലതാണ് ഒരു പരിധി വരെ. പക്ഷേ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട്, യൂറിക് ആസിഡ് പ്രശ്നങ്ങളുണ്ട്. അത് ഫുൾ ഓഫ് പ്രോട്ടീനാണത്. അതിൽ ഒരളവ് വരെ നമുക്ക് കാൽഷ്യം കിട്ടും. ചില ഭാഗങ്ങൾ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. അതായത് അതിൻ്റെ മീറ്റിലെ കരൾ പോലുള്ള ഭാഗങ്ങൾ എടുത്താൽ. എഗ്സ് ഒരു ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും അതിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ മഞ്ഞ അതിനകത്ത് മുഴുവൻ കൊളസ്ട്രോളാണെന്നുള്ളത് കൊണ്ടാണ്. അതിൽ ഒരു നമ്മുടെ ദൈനംദിന ഇൻടേക്കിലെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഒരു മുട്ടയ്ക്കകത്തിലെ കാലറി എന്ന് പറഞ്ഞാൽ 69 കാലറിയേ ഉള്ളൂ. അത് അത്ര കുറവാണ്. പക്ഷെ അതിനനുസരിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മുട്ട കഴിക്കാം.